ഹായ് ഗായ്സ്, നമ്മളിന്ന് വന്നേക്കുന്ന ഒരു പുത്തൻ ഇന്ത്യൻ ബൈക്ക് ആയിട്ടാണ്. അതായത് ഗ്രാൻഡ് തീഫ്. നിങ്ങൾ ഇവിടെ കയറിയിട്ട് ഇന്ത്യൻ ബൈക്ക് അല്ല ഇന്ത്യൻ GTA എടുത്തു കൊടുത്താൽ ഇത് കിട്ടും. ഈ ഗെയിം കണ്ടോണം. ഈ തീഫ് അടിച്ചാൽ നമ്മള് വണ്ടിയെല്ലാം കൂട്ടി പോകും. നമ്മുടെ അടുത്തുള്ള വണ്ടി. നമ്മളിവിടെ വന്നേക്കുന്ന ഇപ്പോ ഒരു ഹൊറർ വീട്ടില. ഇവിടെ കണ്ടോ, ഇവിടെ ഒന്നുമില്ല, ഇവിടെ പ്രേതമുള്ളതാ. കറക്റ്റ് ഒരു GTA 5 ആണിത്. പക്ഷെ ഇന്ത്യയിലെ ഒരു മോഡല് പോലെ. ഉടുപ്പൊക്കെ മാറാം. നമ്മളിവിടെ വന്നേക്കുന്ന പ്രേതം ഉണ്ടോന്ന് അറിയാനായിട്ട്. അമ്മേ, ഓട്. നിങ്ങളിത് ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. സിംഹം. അതെവിടെ? ഓടിക്കോ. സിംഹം കണ്ട്. എനിക്കൊന്നും പറ്റത്തില്ലല്ലോ. വെടിവെക്കണോ? പുലി സിംഹത്തെ നമ്മളിപ്പോ നമ്മുടെ വരയിൽ ഞാനിപ്പോ സിംഹത്തെ വീഡിയോ കണ്ടോ ഗൈസ്, നമ്മളെ ഹൾക്കിന്റെ സ്പീഡിന്റെ ഇനി ഇവിടെ കുറെ സാധനങ്ങൾ കാണുന്നു. ഇവിടെ കുറെ സാധനം കാണും. ഇന്ത്യൻ ബൈക്ക് ഇല്ലാത്ത പോലും ഇല്ലാത്ത ഫീച്ചറാ. അതെ, കാട്ടിലെ സിറ്റിയിലോട്ട് ഓടുന്നതാ. ഇപ്പൊ ആളെ കണ്ട് ആൾക്കാരെ കടിച്ച് ഇതിന്റെ അപ്പുറത്തോട്ട് വരുന്നുണ്ടോ? അല്ല, സിംഹവാ. നമുക്കിപ്പോ അതിനേക്കാൾ വലിയൊരു അർജന്റ് കാര്യമാണ് നമ്മൾ ഇതിന്റെ പ്രേതം ഉണ്ടോന്ന് കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇത് നല്ല ഗെയിമാട്ടോ, നല്ല രസമാണ് ഇത്. അപ്പൊ നിങ്ങളെല്ലാരും ഒന്ന് കയറ്റി കളിച്ചു നോക്ക്, നല്ല രസമാണ്. നമ്മള് പ്രേതം ഉണ്ടോന്ന് കണ്ടുപിടിക്കാൻ ഇങ്ങോട്ടാ വന്നേ. പക്ഷെ പുലീനെയാ കണ്ടേ. എനിക്ക് തോന്നുന്നു പ്രേതം അങ്ങോട്ടൊക്കെ പോകുന്നു. അവിടെ ചിലപ്പോ എന്തെങ്കിലും ഞാനേ പ്രേതം അല്ല, ചിലപ്പോ ഇനി പുലിയായിട്ട് വന്നാണെങ്കിലും. ഫസ്റ്റ് ഞാൻ എന്റെ വീട്ടിലോട്ട് പോട്ടെ. ഒരു വീട്ടുകാരന്റെ സൈക്കിളിന്റെ വല്ലാട്ടോ. ഞാനോർത്ത പ്രേതം ഉണ്ടാക്കുന്ന. ഞാനും അതെ. നമ്മൾ ഓജോബോർഡ് കളിച്ചു അതിന്റെ അകത്ത്. അപ്പോഴാണ് സിംഹം വന്നേ. ഞാൻ ചുമ്മാ തള്ളിയതാ. ഇതാണ് ഈ മാൻഷനാണ് എന്റെ വീട്. എന്റെ ഇത് നമ്മൾ ഈ ഗെയിം കേൾക്കുമ്പോഴുള്ള ചീറ്റ് നിങ്ങൾ ഈ ഫോൺ എടുത്തിട്ട് ഈ ചീറ്റ് കോഡ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് ഈ ചീറ്റ് കോഡ്സ് കാണാം. കണ്ടോ? ഇത് മറ്റേ കോൾ ചെയ്യുന്ന അടിച്ചു നോക്കിയാൽ വണ്ടി ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ പട്ടി. അത് നമ്മുടെ ഇത് അംബുജ സിമെന്റ് വെച്ചുണ്ടാക്കിയ പട്ടിയാണ്. അതെ, ക്രോസ് ബ്രീഡാണ് മാത്രം. അത് അംബുജ സിമെന്റുമായിട്ട് വെടിയൊക്കെ വെക്കുമ്പോഴത്തേനും ഇഷ്ടിക തെറിക്കുക. അതെ, അംബുജ സിമെന്റ് ആയതുകൊണ്ടാ. ഇതാണ് നമ്മുടെ ഹെലികോപ്റ്റർ. നമ്മൾ ഹെലികോപ്റ്ററിൽ കയറി നമ്മളൊരു ഫോൺ ചെയ്യാൻ പോകുകയാണ്. അമ്മച്ചി, എനിക്ക് ഇതിൻ്റെ അകത്തോട്ട് പൂവിൻ്റെ അകത്തോട്ട് കണ്ടോ? നമ്മുടെ വീട്ടിൽ
ഇന്ത്യൻ ബൈക്കിലെ പോലെ പെടന്നൊന്നും വീഴത്തില്ല. അതെ ഇയാളും അംബുജ സിമിന്റെ. അതെ അംബുജ സിമിന്റെ നമുക്ക് ഹെലികോപ്റ്റർ കയറിട്ട് വേണം. ഞാനൊരു സീറ്റർ വിളിക്കുന്നത് പക്ഷെ ഹെലികോപ്റ്ററിന് ഒരു കൂസലും ഇല്ല. അതെ ഇതും അംബുജ സിമെന്റ് ആണ്. എനിക്ക് ഈ സിമെന്റിന്റെ പേര് മാത്രമേ അറിയത്തുള്ളൂ, അതുകൊണ്ടാട്ടോ ഞാൻ ഈ അംബുജ സിമെന്റ് എന്റെ മുന്നേ ഒരു ബാലൻസ് ഇല്ലാതെ അവിടെ എല്ലാം സീറ്റാണോ? നമ്മൾ ഒറ്റയ്ക്ക് വണ്ടി വരെ പൊറിച്ചു. ഇവിടെ എന്റെ ഹെലികോപ്റ്റർ തന്നെ പറന്നു പോകുന്നു. എന്റെ പ്ലെയിനിൽ പ്രാതം പിടിച്ചേ. കിട്ടുക്കാനായിട്ടൊരു കണ്ടന്റ് കിട്ടും. നമ്മൾ പ്രേതത്തെ തപ്പിപ്പോയതാണ്. ഇപ്പൊ അനങ്ങാതായി. ഇങ്ങനെയൊക്കെ അനങ്ങാതിരിക്കാം. തന്നെ വെള്ളിയാഴ്ച. അതെ വെള്ളിയാഴ്ച നമ്മളൊരു ടെസ്റ്റ് കളിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും ഓരോരോ കണ്ടിയുണ്ട്. മോനായിട്ട് വണ്ടിയായിരിക്കും. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹെലികോപ്റ്ററിന്റെ അകത്ത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളെല്ലാവരും ശരിക്കും കടല് കയറി തുടങ്ങി. കടല് കയറി തുടങ്ങി. നമ്മുടെ ചുറ്റില് കടല് കയറുന്നു. വെള്ളം കയറി തുടങ്ങിയതോ കണ്ടില്ലേ? നമ്മളൊന്നും മണ്ടലോട്ട് കയറുന്നതേ ഉള്ളൂ. വെള്ളം കയറി തുടങ്ങി. അപ്പൊ നമ്മൾ പതിയെ കയറാൻ പോകണം. അമ്മച്ചി അവൻ പോകുന്നുണ്ടോ കുഞ്ഞിക്കും? അപ്പൊ എല്ലാം വെള്ളം ഇറങ്ങിക്കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞു ഉണ്ടോ ഉണ്ടോ? ഒരു പൂകളില്ല. ഒന്ന് വീട് വെച്ചിട്ടുണ്ട്. ഇയാളും അത് അംബുജാസിലുണ്ട്. വേണ്ട, അയാൾ തള്ളി ആളുടെ നിക്കറിന്റെ അകത്തൊക്കെ നോക്കിയിരുന്നെങ്കിൽ ഒരു കാര്യം കാണാൻ പറ്റുമായിരുന്നു. നമ്മൾ ഈ ക്ലോത്ത് ഡിസൈനറിന്റെ മണ്ട കയറിട്ട് നമ്മുടെ ഹെലികോപ്റ്റർ എവിടെയാണ് ലാൻഡ് ചെയ്തത്? അത് നോക്കിയില്ലേ? നമ്മള് ബാങ്ക് റോബറി സൈക്കിളിനും പോകുന്നു. അതേ വരിക. ഓക്കെ, നമുക്ക് ഓടി ഇതിന്റെ മണ്ട കയറണം. ഇത് ഭയങ്കര ശ്വാസം മുട്ടില്ല, അതുകൊണ്ട് എങ്ങനെ ചാടുന്നേ? അയ്യോട്ടോ. ഒരു ദിവസം ലാബിൽ പോയിട്ട് ആൾക്കിന്റെ ജ്യൂസ് കുടിച്ചു. എന്തോന്ന്? ഹൾക്കിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതായിരുന്നു. അതെടുത്ത് ഞാൻ കുടിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ചാടുന്നത്. ആരും ഒന്നും തെറ്റിദ്ധരിക്കില്ല. ഹൾക്കിനെ പോലെ ഓടുന്നു കണ്ടോ? അല്ല, ഇത് സ്പൈഡർമാനാണ്. ഓട്ടോ സ്പൈഡർമാന് ചാട്ടം ഹൾക്കും. സ്പൈഡർമാന്റെ ഹൾക്കിന്റെ ന്യൂസ് ഒരുമിച്ച്. ഇതിന്റെ പുതിയ പുതിയ വീഡിയോ വേണമെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ മതി. നമ്മൾ പുതിയ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ വേറൊരു കാര്യം ഇവിടെ കാണിച്ചു തരാം. വീഡിയോ ഇത്രയാണെന്ന് പറഞ്ഞാൽ ആരും ഇറങ്ങി പോകുന്നൊന്നും വേണ്ട. ഇത് കണ്ടോണം.
ഇവിടെ തന്നെ നമുക്ക് മുട്ടത്തലയാണ് ഇത് ഷർട്ട് കണ്ടോണേ, ഹുഡി ഉണ്ട്. ഓ കൊടവയറൻ. എന്നിട്ട് വലിയ അതാ എനിക്ക് എന്നിട്ട് ഞാൻ മുട്ടയാവും തോർത്തൊക്കെ ആയിട്ട് നമ്മള് കുളിക്കാൻ പോവാ. അപ്പം ഒരു കുളിയൊക്കെ കഴിഞ്ഞ് അടുത്ത വീഡിയോ ഇടാവുന്നതായിരിക്കും. ഓക്കേ.